ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും ഐസോണിക് കാർട്ടൂൺ ഡ്യൂ ആരാന്ന് ചോദിച്ചാൽ മിക്ക ആളുകളും പറയുക ടോം ആൻഡ് ജെറി തന്നെയാകും. ഒരു ക്യാറ്റ്, ഒരു മൗസ്, എപ്പോഴും ചേസ്, എപ്പോഴും ഫൈറ്റ്. ടോം എന്തുകൊണ്ടാണ് ഒരിക്കലും ജെറിയെ പെർമനൻ്റ്ലി പിടിക്കാത്തത്? ജെറി എന്തുകൊണ്ടാണ് ടോം ഉള്ള വീട്ടിൽ നിന്നും പോകാത്തത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാൻസ് ക്രിയേറ്റ് ചെയ്ത ചില ഇൻട്രസ്റ്റിംഗ് തിയറീസ് ആണ്. നമ്പർ 1, സീക്രട്ട് ഫ്രണ്ട്സ്. ടോമും ജെറിയും ചിലപ്പോൾ സീക്രട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത്രയും വർഷമായി ടോം ജെറിയെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ജെറി ഇപ്പോഴും സേഫാണ്. ടോമിന് പലതവണ ജെറിയെ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്, ബട്ട് സംഹൗ ജെറി ആൾവേസ് എസ്കേപ്സ്. സോ ടോം ആക്ച്വലി ലൈക്സ് ജെറീസ് കമ്പനി. നമ്പർ 2, ടോം ഈസ് ലോൺലി. ജെറി ഇല്ലാത്തപ്പോൾ ടോം സാഡ് ആകുന്നത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? യൂഷ്വലി ടോം ഫണ്ണിയും ആംഗ്രിയും ആയിരിക്കും, ബട്ട് ജെറി ഇല്ലെങ്കിൽ ടോം ബോർഡാകും, ലോൺലിയുമാകും. സോ ജെറിയാണ് ടോമിൻ്റെ ഡെയിലി എൻ്റർടൈൻമെൻറ്റ്. നമ്പർ 3, വൈ ജെറി നെവർ ലീവ്സ്. ജെറി സ്മാർട്ടാണ്, ഫാസ്റ്റുമാണ്. അവൻ വേണമെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് പോകാമായിരുന്നു. പക്ഷേ അവൻ എന്തുകൊണ്ട് ടോമുള്ള വീട്ടിൽ തന്നെ താമസിക്കുന്നത്? മേ ബി ജെറിക്കും ടോമിനെ വിട്ടുപോകാൻ ഇഷ്ടമല്ല. നമ്പർ 4, ദ റിയൽ മീനിങ്. സോ മേ ബി ടോം നെവർ റിയലി വാണ്ട് ടു ഹേർട്ട് ജെറി, ആൻഡ് മേ ബി ജെറി നെവർ വാണ്ട് ടു ലീവ് ടോം. ദ ചേസിങ്, ദ ഫൈറ്റിംഗ്, ദ ചോസ്. മേ ബി ദാറ്റ് വാസ് ദ സ്ട്രേഞ്ച് വേ ടു സ്റ്റേയിങ് ടുഗദർ. അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, ടോം ആൻഡ് ജെറി എനിമീസ് ആണോ, അല്ലെങ്കിൽ സീക്രട്ട്ലി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.